ബൈജു കൊട്ടാരക്കര അദ്ദേഹം കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര, തുടക്കം മുതൽ ചർച്ചകളിലൊക്കെ വളരെ ഗൗരവമായി ഈ വിഷയം ഉന്നയിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. ഇതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ ഈ ജനപ്രിയന്റെ പങ്കിനെ കുറിച്ചൊക്കെ ആവർത്തിച്ച് നിങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സുവ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞു, ഈ കൊട്ടേഷൻ വന്നത് ഈ കിരാതമായ നടപടി നടന്നത് മലയാള സിനിമയിൽ നിന്നാണെന്ന് ആദ്യം തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങൾ അതുകൊണ്ടാണ് അന്ന് മുതൽ പറഞ്ഞത്. എന്നിട്ട് എന്താ, നാദിർഷയും കസ്റ്റഡിയിലായി എന്ന പുതിയ വാർത്ത കൂടിയാണ് ശ്രീ ബൈജു കൊട്ടാരക്കര കിട്ടുന്നത്. ഇപ്പോൾ കിട്ടിയതാണ്. ദിലീപിന്റെ ഉറ്റ സുഹൃത്താണല്ലോ നാദിർഷ. പിന്നെ കസ്റ്റഡിയിലാവാതിരിക്കുമ്പോ തെളിവുകൾ അവർക്കെതിരല്ലേ? ഞാൻ പറഞ്ഞില്ലേ, മലയാള സിനിമയിൽ ഇതേപോലുള്ള കുറെ കാപാലികന്മാർ ഇനിയുമുണ്ട്. മലയാള സിനിമ രക്ഷപ്പെടണമെങ്കിൽ ഇതേപോലുള്ള കള്ള നാണയങ്ങളെ അറസ്റ്റ് ചെയ്യല്ല, ഇവരെ ജീവപര്യന്തം തുറകളിൽ അടയ്ക്കണം. അതാണ് കോടതി ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതൽ തന്നെ പറഞ്ഞല്ലോ, ഒരു പെൺകുട്ടിയുടെ മാനത്തിനും മെഴുകുതിരയുടെ വില കാണിച്ച വില മാത്രം കൊടുത്തുകൊണ്ടുള്ള അമ്മയുടെ സമീപനം. ഈ അമ്മയിൽ ഈ മേലളന്മാരുണ്ടല്ലോ, മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം? മിണ്ടാതിരുന്നില്ലേ? ഒരു സമ്മേളനം നടത്തും മിണ്ടാതിരുന്നല്ലേ? അവരുടെ മീറ്റിംഗ് നടന്നപ്പോ ആരെങ്കിലും ഒരക്ഷരം മിണ്ടിയോ? നാണമില്ലേ ഇവർക്കൊന്നും? രാജിവെച്ച് പുറത്തു പോട്ടെ. അമ്മ എന്ന സംഘടന ഇനി മേലാൽ മലയാള സിനിമയിൽ വേണ്ട. കേരള ജനതയ്ക്ക് അമ്മ എന്ന ഒരു സംഘടന വഴിയുള്ള സിനിമകൾ വേണ്ട. ഈ ദിലീപ് ഉൾപ്പെടുന്ന ചില മാഫിയ സംഘങ്ങൾ ഇനിയും സിനിമയില്, അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ, തിയേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത് മൊത്തത്തിൽ ഇത് പിരിച്ചുവിട്ട് മലയാള സിനിമ പുതിയൊരു അവസ്ഥയിലേക്ക് വരണം. ആ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയുള്ള ചവിട്ടുപടിയാണ് സുഹൃത്തുക്കളെ ഇത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ള ഈ റാസ്കൽസിനെ ഇന്ന് ഈ കേരളമാണ് ഇവരെ പുറത്താക്കേണ്ടത്. കേരളത്തെ പെൺകുട്ടികളാണ് ഇവരെ പുറത്താക്കേണ്ടത്. ഇത് ഈ കേവലം ദിലീപിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിലെ ഒരു ചങ്ങലക്കണ്ണികൾ എങ്ങനെ പോകുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് ദിലീപോ അല്ലെന്നുണ്ടെങ്കിൽ നാദിർഷോ മാത്രം അടങ്ങിയ ഒരു മാഫിയ ആയിരിക്കാൻ ചിലപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ ചെയ്തത്. പക്ഷെ മലയാള സിനിമയില് ചെയ്യുന്ന വൃത്തികേടുകൾ ചെയ്യുന്ന ഒരു വലിയ മാഫിയ സംഘം ഇനിയും പുറത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ഒന്നൊന്നായിട്ട് ഞങ്ങൾ പുകച്ചു പുറത്തേക്ക്. അതിനുള്ള നീക്കങ്ങളും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ശരി, ഇത് ഈ മാഫിയ ഗ്രൂപ്പിനെ മൊത്തം മലയാള സിനിമയിൽ നിന്ന് പുകച്ച് ചാടിച്ചിട്ട് മലയാള സിനിമയിലെ ശക്തമായ സംഘടനയായ മാച്ചാ ഫെഡറേഷൻ നിലനിൽക്കും. ഞങ്ങൾക്കിത് വ്യക്തമായ ധാരണയുണ്ട്. കാരണം ഇവരെല്ലാം ചെയ്ത കാര്യങ്ങൾ ഇന്നലെ മുതൽ മഹാനടനായ തിലകന്റെ ആത്മാവ് പോലും മേലിൽ ചിരിക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹത്തെ പോലും എന്തെല്ലാം കാര്യങ്ങളിലാണ് ആ മഹാനടനെ ഇവരെ വിലക്കിയത്. സുകുമാരനെ വിലക്കിയില്ലേ? വിനയനെ വിലക്കിയില്ലേ? എന്നെ വിലക്കിയില്ലേ? മാച്ചാ ഫെഡറേഷനിലെ എത്രയോ സംവിധായകര് ഞങ്ങൾക്കൊക്കെ തൊഴിലില്ലാതാക്കിയില്ലേ 9 വർഷമായിട്ടവര്? അപ്പൊ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മാഫിയ പ്രവർത്തനമല്ലേ? ഇത് തുറന്നു പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും, നിങ്ങൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുന്നതല്ല ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ കുറെ ആളുകൾ, ഈ പറഞ്ഞ ദിലീപിന് പോലും ഓശാരം പാടിക്കൊണ്ട് കുറെ ആൾക്കാർ വന്നിരുന്നല്ലോ ഈ ഇടയ്ക്ക് ചാനലുകളിൽ മൊത്തം, കൈരളി ചാനൽ ഉൾപ്പെടെ വന്നിരുന്നല്ലോ. ഇവരൊക്കെ എവിടെ പോയി? നാണമുണ്ടോ ഇവർക്ക്? നാളെ മുതൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ യൗമാർക്ക് നാണമുണ്ടോ? യൗമാരുടെ സിനിമ റിലീസ് ചെയ്യാൻ നാണമുണ്ടോ ഇവർക്ക്? ഉണ്ടെങ്കിൽ ഇവർ തുറന്നു പറയട്ടെ. ഈ ജയിലിൽ കിടന്നുകൊണ്ട് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ ഫോണിൽ വിളിക്കുകയും പൾസർ സുനി ആ കത്തെഴുതുകയും ചെയ്തിടത്താണല്ലോ ഈ കേസിന് വളരെ ഗൗരവമായ നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. ഒരു ഫ്രോഡ് നടത്തുന്ന ജൽപ്പനങ്ങൾ എന്നാണ് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിനെ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, അത് വസ്തുതയാണ്, അത് വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് എന്ന തരത്തിലേക്ക് നീങ്ങുകയാണോ ഇപ്പോൾ? കൂടുതൽ ഭയാനകമായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര, തീർച്ചയായിട്ടും ഈ അപ്പുണ്ണി എന്ന് പറഞ്ഞ ആള്, അയാളുടെ ഒറിജിനൽ പേര് സുനിൽ രാജ് എന്നാണെന്നുള്ളത് ആദ്യമായിട്ട് പുറത്തു പറഞ്ഞ ഞാനാണ്. കാരണം പെപ്സ എന്ന സംഘടനയിലെ 159ാമത് നമ്പറായിട്ട് റൈവേസ് യൂണിയനിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇത് പുറത്തു വന്നതിന് ശേഷം അത് ആദ്യം ചാനലുകളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞ ആളാണ് ഞാൻ. ഇവനെ കുറെ കാലങ്ങളായിട്ട് മാഫിയ പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഈ ദിലീപാണെങ്കിലും നാദിർഷയാണെങ്കിലും ഇവരൊക്കെ ഈ മാഫിയ ഗ്രൂപ്പിനെ മാത്രം എന്തിനാണ് കൂടെ നിർത്തുന്നത്? ഈ മാഫിയ ഗ്രൂപ്പിനെ കൂടെ നിർത്തിയിട്ട് മലയാള സിനിമയിൽ ബാക്കിയുള്ള ആളുകളെ മൊത്തം ഇവര് മണ്ടന്മാരെയാക്കിയല്ലായിരുന്നോ? ഞങ്ങളൊക്കെ 9 വർഷത്തോടെ ഇരുത്തിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ളൊരു ചിലപ്പോൾ എന്റെ സൗണ്ട് ഇത്ര കൂടി പോകുന്നുള്ള വികാര പ്രകടനം പോലും അതായിരിക്കാം. കാരണം 9 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തിക്ത ഫലമാണിത്. ഇവരൊക്കെ ഈ പെൺകുട്ടിയെ ഈ മാനഭംഗപ്പെടുത്തിയതിന് കൂട്ടുനിൽക്കുക മാത്രമല്ല, ഗൂഢാലോചന ചെയ്യുക മാത്രമല്ല, മലയാള സിനിമയിൽ നടക്കുന്ന എല്ലാവിധ കൊള്ളരുതായ്മകൾക്കും എല്ലാവിധ മാഫിയ പ്രവർത്തനങ്ങൾക്കും
ഈ ദിലീപോ അല്ലെങ്കിൽ ദിലീപിന്റെ കൂടുതലുള്ള ഗ്രൂപ്പുകളോ മാത്രമല്ല, ഇനിയുമുണ്ട് ഇതിനകത്ത് വമ്പൻ സ്രാവുകൾ. ഓരോന്നിനെ പുറത്തു കാണിക്കണം. നാണമുണ്ടോ ഇവർക്ക്? ഇവര് എത്രയും പെട്ടെന്ന് തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മ എന്ന സംഘടന നാളെ ഒരു നിമിഷം പോലും വൈകരുത്, രാജിവെച്ച് പുറത്തു പോട്ടെ. വളരെ നന്ദി ശ്രീ ബൈജു കൊട്ടാരക്കര.